പത്തനംതിട്ട റാന്നിയിൽ തീപിടുത്തം. ഫ്ലോർ മില്ലിനാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നു വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, എപ്പോഴാണ് തീപിടുത്തമുണ്ടായത്? തീ അണയ്ക്കാനുള്ള ശ്രമം ഏത് നിലയിൽ പുരോഗമിക്കുന്നു? ഗോകുൽ, ഇട്ടിയപ്പാറ റാന്നിയിലെ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. ഇട്ടിയപ്പാറയിലാണ് അല്പസമയം മുൻപ് തീപിടുത്തമുണ്ടായത്. 3:30 മണിയോടുകൂടി ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഫ്ലോർ മില്ലിലേക്ക് പൂർണ്ണമായ ഉപകരണങ്ങളിലേക്ക് തീ പടർന്നിരിക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി. നാട്ടുകാരും അതുപോലെ തന്നെ തൊട്ടടുത്ത ഓട്ടോ ഡ്രൈവർമാരടക്കമുള്ള ആളുകൾ തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം ആദ്യഘട്ടത്തിൽ നടത്തി. പക്ഷെ അപ്പോഴേക്കും തീ പൂർണ്ണമായി പടരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സമയം മാത്യു സാമുവൽ, അതാണ് ആ ഫ്ലോർ മിൽ ഉടമയുടെ പേര്, അദ്ദേഹം ഒരു ജീവനക്കാരന് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഈ തീ അണയ്ക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അപ്പോൾ തന്നെ ഈ തീ ആളുന്നത് കണ്ട് അടുത്തേക്ക് പോയതിനാൽ ചെറിയ തോതിലുള്ള പൊള്ളൽ ഇരുവർക്കും ഏറ്റിട്ടുണ്ട്. ഈ ജീവനക്കാരന് കൈക്കും അതുപോലെ തന്നെ ഉടമയായ മാത്യു സാമുവലിന് നെറ്റിയിലുമാണ് പൊള്ളലേറ്റിരിക്കുന്നത് എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാര്യമായ പരിക്കുകൾ, പൊള്ളൽ ഏറ്റിട്ടില്ല, നിസ്സാരമായ പൊള്ളലാണ് ഏറ്റിരിക്കുന്നതെന്ന് ആശുപത്രി അധികൃതർ അറിയിക്കുന്നുണ്ട്. എന്തായാലും ഏതാണ്ട് ഉപകരണങ്ങളെല്ലാം പൂർണ്ണമായി കത്തിനശിച്ച നിലയിലാണ്. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ് ഇത്തരത്തിൽ തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. എന്തായാലും ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ പൂർണ്ണമായി ഇപ്പോൾ അണച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഒരു പരിശോധന ഈ വിഷയത്തിൽ നടത്തുമെന്ന് ഫയർഫോഴ്സ് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇതൊരു പ്രാഥമികമായി തന്നെ ഇപ്പോൾ ഫയർഫോഴ്സ് അധികൃതരും അതുപോലെ തന്നെ ആളുകളും നാട്ടുകാരും പോലീസും ഒക്കെ പറയുന്നത് ഈ ഒരു ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് ഇത്തരത്തിൽ ഒരു തീപിടുത്തത്തിന് കാരണമെന്നാണ്. എന്തായാലും ഇത് പൂർണ്ണമായി ഉപകരണങ്ങൾ, ഈ ഫ്ലോർ മില്ലിലെ ഉപകരണങ്ങൾ പൂർണ്ണമായി കത്തി നശിച്ചിട്ടുണ്ട്. ശരി, പത്തനംതിട്ട റാന്നിയിലാണ് തീപിടുത്തമുണ്ടായത്. ശ്രീ ശ്രീകുമാരനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.